അടുത്തതായിട്ട് നമുക്ക് പുതിയ ചാപ്റ്ററിലെ നമ്മളുടെ പോളിനോമിയൽ ബഹുപദം എന്നുള്ള ചാപ്റ്ററിലെ ഈ ചാപ്റ്ററിൽ നമുക്ക് ഇത് ഈസി ചാപ്റ്ററാണ് കേട്ടോ മക്കൾസ്. നമുക്ക് കൂട്ടാനും ഗുണിക്കാനും അറിയുമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് പി ഓഫ് 0, പി ഓഫ് 1 ആൻഡ് പി ഓഫ് -1 ഇൻ ദ ഫോളോയിങ് പോളിനോമിയൽ. താഴെ കൊടുത്തിരിക്കുന്നതിൽ എന്ത് ചെയ്യാൻ, താഴെ കൊടുക്കുന്ന സമവാക്യത്തിൽ പി ഓഫ് 0, പി ഓഫ് 1, പി ഓഫ് -1 എന്ന് കണക്കാക്കാൻ. അപ്പോൾ ഇതെന്താണ് ക്വസ്റ്റ്യൻ എന്നാണ്, പി ഓഫ് എക്സ് സമം ഇങ്ങോട്ട് കൊടുത്തൊക്കെ നോക്കി പി ഓഫ് എക്സ് സമം 5x³ - 4x² + 2x + 1 അല്ലേ. ഇവിടെ പി ഓഫ് എക്സ് സമം 5x³ - 4x² + 2x + 1 ആണല്ലോ. ഇതിൽ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം, പി ഓഫ് 0 കണ്ടുപിടിക്കണം, പി ഓഫ് -1 കണ്ടുപിടിക്കണം, പി ഓഫ് 1 കണ്ടുപിടിക്കണം. ഇവിടെ നമ്മൾക്ക് കണ്ടുപിടിക്കാം. ഫസ്റ്റ് നമുക്ക് പി ഓഫ് 0 കണ്ടുപിടിക്കുക. പി ഓഫ് 0 കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കും നമുക്ക് എന്ത് ചെയ്യാം, ഈ എക്സ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഈ നമ്മൾ പി ഓഫ് എക്സ് എന്നുള്ളിടത്ത് 0 കൊടുത്ത് 0 കൊടുത്താൽ എക്സ് കാണുന്നിടത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, 0 ഇട്ടിട്ട് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം, 5 × 0³ - 4 × 0² + 2 × 0 + 5. നമ്മൾ നോക്കി നോക്കുക, 5 × 0, 0ൻ്റെ ക്യൂബ് സ്ക്വയർ ഒക്കെ 0 ആണ് അല്ലേ. ഏതൊരു നമ്പറിനെയും നമ്മൾ 0 കൊണ്ട് ഗുണിച്ചാൽ 0 അല്ല. 5 × 0 0, 4 × 0 0, 2 × 0 0, പിന്നെ ബാക്കി ആരാളുള്ളത് ഇവിടെ +5 ആണ്. അപ്പോൾ ഇവിടെയൊക്കെ 0 കഴിഞ്ഞിട്ട് ബാക്കി ആരാളുള്ളത് 5 ആണ് അല്ലേ. അപ്പോൾ 5 ആണ് ആൻസർ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ പി ഓഫ് 0 കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇല്ലാതെ ലാസ്റ്റിൽ ഉള്ള നമ്പർ ഉണ്ടല്ലോ, അതാണ് നമുക്ക് എന്തായിട്ട് വരിക, പി ഓഫ് 0 0 വരിക കേട്ടോ. അപ്പോൾ മക്കൾ ഓർക്കുക. ഇനി ഇവിടെ -5 എന്നാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, -5 ആയിരിക്കും. ഇവിടെ +5 ആയതായതുകൊണ്ടാണ് 5 ആയത്. ഇവിടെ -5 എന്നാണെങ്കിൽ ആൻസർ എന്തായിരിക്കും, -5. അപ്പോൾ പി ഓഫ് 0 കണ്ടുപിടിക്കാൻ നമ്മൾ എളുപ്പമാണ് അല്ലേ. എന്താണ്, എക്സ് ഇല്ലാതെ നിൽക്കുന്ന ലാസ്റ്റിലുള്ള നമ്പർ ആയിരിക്കും പി ഓഫ് 0. ഇനി പി ഓഫ് -1 ആവുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കും, ഈ പി ഓഫ് എക്സ് × 5x³ അങ്ങനെയാണല്ലോ, 5x³ - 4x² + 2x + 5 ആണ്. അപ്പോൾ നമ്മൾ എക്സ് കാണുന്നിടത്തൊക്കെ -1 കൊടുക്കുക. 5 × -1³ - 4 × -1² + 2 × -1 + 5. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ -1ൻ്റെ ക്യൂബ് ഏതൊരു നെഗറ്റീവ്, അതായത് എക്സ് എന്തായി വരിക, എക്സ് ഒരു നെഗറ്റീവ് നമ്പറായിട്ട് വന്നാൽ എക്സിൻ്റെ വില ഒരു നെഗറ്റീവ് നമ്പർ, ഇപ്പോൾ ഇവിടെ -1 എന്നാണല്ലോ. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് ഒരു നെഗറ്റീവ് നമ്പർ വന്നാൽ എക്സിൻ്റെ പവർ, അതായത് മുകളിൽ എഴുതുന്ന നമ്പർ ഇവിടെ 3 ആണ് അല്ലേ. ഈ പവർ ഉണ്ടല്ലോ, ഈ കൃതി ഒറ്റ സംഖ്യ, ഓഡ് നമ്പർ ഒറ്റ സംഖ്യയാണെങ്കിൽ ആൻസർ എന്തായിരിക്കും, നെഗറ്റീവ്. എന്താണ്, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ നെഗറ്റീവ്. അപ്പോൾ നമുക്ക് -1³ എന്ന് പറഞ്ഞാൽ എന്താണ്, -1 × -1 × -1 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ നമ്പേഴ്സ് തമ്മിൽ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 1 1 തന്നെ. അപ്പോൾ ആൻസർ എന്താണ്, 1. ഇവിടെ 3 മൈനസ് ആണ് അല്ലേ, -1ൻ്റെ പവർ 3 ആണ്, ഒറ്റ സംഖ്യ ആയതുകൊണ്ട് -1. ഇനി അത് ഇരട്ട സംഖ്യ, എക്സ് മൈനസായിട്ട് വരുമ്പോൾ അതിൻ്റെ പവർ എന്താണ്, ഇരട്ട സംഖ്യ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ എക്സിൻ്റെ അടുത്ത് നമ്മൾ ഒരു എക്സ് എന്താണ്, -2 ആണ്, -2ൻ്റെ സ്ക്വയർ എന്നാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും, -2 × -2 ആണല്ലോ. നമ്മൾ സാധാരണ നോർമലി 2 × 2 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. 4 ആണ്, പവർ 2 ആണ്. ഈവൺ നമ്പർ ആണെങ്കിൽ, ഇരട്ട സംഖ്യ ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും, പോസിറ്റീവ്. അപ്പോൾ എന്താണ്, 4. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ മിസ്സിൻ്റെ മക്കൾക്ക്. അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ളതും കൂടെ കംപ്ലീറ്റ് ആക്കാം അല്ലേ. അപ്പോൾ ഇവിടെ നോക്കി നോക്കുക, 5 × 1³ എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കി നോക്ക്, 5 × -1 മൈനസ് പിന്നെന്താണ്, 4 × -1² എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലസ് ആണ് അല്ലേ. 1ൻ്റെ സ്ക്വയർ പ്ലസ് ആണ്, അതായത് 5 × -1 മൈനസ് ഈ ചിഹ്നം, പിന്നെ 4 × 1, പിന്നെ എന്താണ് 2 × -1 എന്ന് പറഞ്ഞാൽ -2 + 5. ഇതെന്താണ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, 5 × -1³ -4 × -1²
പ്ലസ് 2 ഇൻറ്റു -1 പ്ലസ് 5 ആണല്ലോ. അപ്പോൾ എന്താണ് 5 ഇവിടെ 5 ഇൻറ്റു -1 -5 -4 അല്ലേ. ഇവിടെ എന്താവും -1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും ഇവിടെ നിന്ന് നെഗറ്റീവും ഇവിടെ പോസിറ്റീവും. അപ്പോൾ അവിടെ എന്താവും 4 ഇൻറ്റു 1 എന്താണ് -4. ഇനി ഇവിടെ -2 പ്ലസ് 5. ഇനി എന്ത് ചെയ്യുക, ഇവിടെ പോസിറ്റീവ് വരുന്ന നമ്പേഴ്സ് ആരൊക്കെയാണ്? ഈ 5 മാത്രമേ ഉള്ളൂ അല്ലേ. ഇതൊക്കെ നെഗറ്റീവ് നമ്പർ. അപ്പോൾ ഇവരൊക്കെ തമ്മിൽ കൂട്ടുക. 5 കൂടെ 4 കൂട്ടിയാൽ 9 ആണ്. 9 കൂടെ 2 കൂട്ടിയാൽ 11 -11 പ്ലസ് 5. അപ്പോൾ എന്താണ് വലുതിൽ നിന്ന് ചെറുത് കുറക്കുക. 11ൽ നിന്ന് 5 കുറച്ചാൽ 6 ആണ്. ചിഹ്നം വലുതിൻ്റെ കൊടുക്കുക -6 ആണ് ഇതിൻ്റെ ഉത്തരം വരിക. ഇനി P of 1 ആവുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. എന്താണ് 4x³ മൈനസ് 5x³ ആണല്ലേ. 5x³ മൈനസ് 4x² പ്ലസ് 2x പ്ലസ് 5 ആണല്ലോ. ഇതിൽ 1 വരുമ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 1 വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യുക, അവിടെ നെഗറ്റീവ് മൈനസ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ, പോസിറ്റീവ് നമ്പറാണല്ലോ. അപ്പോൾ 5 ഇൻറ്റു 1³ മൈനസ് 4 ഇൻറ്റു 1² പ്ലസ് 2 ഇൻറ്റു 1 പ്ലസ് 5. ഇങ്ങനെയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. 1 കൊണ്ട് ഏത് നമ്പറിനെ കുറിച്ചാൽ ആ നമ്പറാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. 1 ഇൻറ്റു 5 5 ആണ്. 4 ഇൻറ്റു 1 4 ഇവിടെ മൈനസ് ആയ കാരണം -4. 2 ഇൻറ്റു 1 പ്ലസ് 2 ആണ് പ്ലസ് 5. അപ്പോൾ എന്ത് വരും? പോസിറ്റീവായ നമ്പർ 5 2 7 12 12 -4 സമം എത്രയാണ്? 8 ആണ് ഉത്തരം വരിക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക കേട്ടോ. ഈസി അല്ലേ?